നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇടതുമുന്നണിയുടെ പ്രചരണത്തിന്റെ നായകൻ. ഈ സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 12 ജില്ലകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയപ്പോൾ 2 ദിവസമായി അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ധർമ്മടത്ത് കേന്ദ്രീകരിക്കുകയാണ്. CM കടുത്ത ചൂടാണ്, വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം മണ്ഡലങ്ങളിൽ ഓടിയെത്തുകയും ഇന്നലെ 13 യോഗങ്ങളെന്ന് തോന്നുന്നു, ഇന്ന് 13 യോഗങ്ങൾ, എങ്ങനെയാണ് ഇത്രയധികം യോഗങ്ങൾ പങ്കെടുക്കാനുള്ള പ്രസംഗിക്കാനുള്ള ഊർജ്ജമൊക്കെ എവിടെയാണ് CM നീ കണ്ടത്? അല്ല, ഇത് സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതിൽ നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ സാധാരണഗതിയിൽ മറ്റ് ക്ഷീണങ്ങൾ ബാധിക്കില്ല. അതാണ് പൊതുവെ കാണാറുള്ളത്. നല്ല പ്രതികരണമാണ് പൊതുവിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഊർജം കൂടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഒരുപാട് താരപ്രചാരകർ BJPക്ക് പ്രധാനമന്ത്രി അടക്കം വരുന്നുണ്ട്. അമിത്ഷാ ഉണ്ട്, കോൺഗ്രസിനാകട്ടെ രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയൊക്കെ, അങ്ങനെ പല മുഖ്യമന്ത്രിമാർ വരുന്നു. പക്ഷേ ഇടതുമുന്നണിക്ക് ഒരു താരപ്രചാരകൻ എന്ന് പറയാൻ മുഖ്യമന്ത്രി തന്നെയാണുള്ളത്. അതൊരു വലിയൊരു ഉത്തരവാദിത്തം കൂട്ടുന്നുണ്ടോ അങ്ങയുടെ? അങ്ങനെയില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരുപാട് അഖിലേന്ത്യാ നേതാക്കൾ വന്നല്ലോ. അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി വന്നു, CPI ജനറൽ സെക്രട്ടറി വന്നു, RJDയുടെ നേതാവ് വന്നു, തേജസ്വി യാദവ് വന്നു, പിന്നെ CPIMന്റെ പ്രമുഖരായ ഏറെക്കുറെ എല്ലാ നേതാക്കളും വന്നു. അപ്പോൾ അവരെല്ലാം കൂട്ടത്തിലൊരാൾ ഞാനും വന്ന നിലയ്ക്ക് കാണേണ്ടതുള്ളൂ. CM ഒരുപാട് സർവേകൾ വരുന്നുണ്ട്, ഇനിയും വരാനിരിക്കുന്നു. ഈ സർവേകളൊക്കെ നേരത്തെ CM പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. സർവേകളൊന്നും അല്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എങ്കിലും ഈ സർവേകൾ പ്രവർത്തകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കും. പലയിടത്തും ചിലയിടത്തൊക്കെ ടൈറ്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു LDF UDF തുല്യതയുടെയൊക്കെ സിഗ്നലുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സർവേകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തകരുടെ ആത്മവീര്യം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ സർവേകൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടാറുണ്ടോ? സാധാരണഗതിയിൽ സർവേകളെ തള്ളിപ്പറയേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ശക്തമായ പക്ഷപാതിത്വമുള്ളവരുണ്ട്. ആ പക്ഷപാതിത്വമുള്ളവർ നേതൃത്വം കൊടുത്ത് ഒരു സർവേ എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ പക്ഷപാതിത്വം പ്രതിഫലിക്കും. അത് നിലവിലുള്ള യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്തതാണ്. അപ്പോൾ തങ്ങളുടെ പക്ഷപാതിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചില കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളല്ല. നമ്മുടെ മുൻ തെരഞ്ഞെടുപ്പുകളെ എടുത്ത് പരിശോധിച്ചാലും ഇത്തരം സർവേകൾ ആ ഫലമല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, നാട്ടിലുള്ള വോട്ടർമാരിൽ ഒരു ആശങ്ക ഉണ്ടാക്കുക, പിന്നെ ജയിക്കാൻ പോവുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ നിർത്താൻ സാധിക്കും ആളുകളെ എന്നൊരു നില. ഇപ്പോൾ ഒരു പ്രമുഖമായ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമം ഒരു മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച നില ഏറെക്കുറെ അങ്ങനെയാണ്. കാരണം രക്ഷപ്പെടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഈ പ്രമുഖ മാധ്യമത്തിന് സ്വാഭാവികമായും പിന്താങ്ങേണ്ട ആളെ അദ്ദേഹം ജയിക്കാൻ പോവുകയാണെന്നൊരു പ്രതീതി ആദ്യമേ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. എന്നാൽ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണാനുമില്ല. അത്തരം അവസ്ഥ കേരളത്തിലുണ്ട്. ഇതൊന്നും നാടിനെ അത്രയധികം ബാധിക്കില്ല, എന്നാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അങ്ങ് ദീർഘനാൾ നിരവധി തിരഞ്ഞെടുപ്പുകൾ കണ്ട ആളാണ്, ഈ മുന്നണിയെ നയിച്ച ആളാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്ര സീറ്റുകൾ വരെ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായി എന്ന വസ്തുതയാണ്. അതിനുശേഷം അങ്ങ് പറഞ്ഞത് 110 സീറ്റൊക്കെ കിട്ടി അധികാരത്തിൽ വരുമെന്നാണ്. എങ്ങനെയാണ് ആ ഒരു ആത്മവിശ്വാസം? ഇപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു ഫിഗർ പറയാൻ പറ്റുക? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, 2016 LDFന് 91 സീറ്റായിരുന്നു ജനങ്ങൾ നൽകിയത്. 2021 ആയപ്പോൾ അത് 99 വർദ്ധിപ്പിച്ചു. ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ 2021 സീറ്റിനേക്കാളും വർദ്ധിത സീറ്റായിരിക്കും LDFന് ജനങ്ങൾ സമ്മാനിക്കുന്നത്. 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണിയാണ്. എത്ര ജനക്ഷേമ കാര്യങ്ങൾ ചെയ്താലും, എത്ര വികസനം നടത്തിയാലും, ചില ആളുകൾ വലിയൊരു വിഭാഗമെങ്കിലും
ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലുമൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFിനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഈ വികസനം ചർച്ച ചെയ്യണമെന്നാണ് ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. BJP പറയുന്നതും വികസിത കേരളം എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ ചർച്ച ചെയ്യപ്പെടുന്നത് വികസനത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. വികസന രാഷ്ട്രീയത്തിലേക്ക് ചർച്ച വരാതെ ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിന് തൊട്ടുമുമ്പ് നിയമസഭാ സമ്മേളനമൊക്കെ ഒരു സെഷൻ മുഴുവൻ അതിൽ പോയതാണ്. അതിനുശേഷവും കോൺഗ്രസ് ഈ അവസാന ലാപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിക്കുന്ന അതാണ്. മോദിയുമായി അഡ്ജസ്റ്റ്മെൻറ്റ്, മോദി ആ വിഷയം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണ് ഈ സ്വർണ്ണക്കൊള്ള ഇനിയും ചർച്ച ചെയ്താൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? അത് യഥാർത്ഥത്തിൽ ആളുകൾക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബോധപൂർവം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാര്യമാണെന്ന്. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അത് സ്വാഭാവികമായും ശക്തമായ നടപടി ഉണ്ടാകേണ്ട കാര്യമാണ്. ആ നടപടിയിൽ വീഴ്ചയുണ്ടോയെന്നാണ് പിന്നെ പരിശോധിക്കേണ്ടത്. നടപടിയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുക. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അപ്പോൾ കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷണം നടക്കുക. ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് നേരത്തെ തന്നെ സ്വീകരിച്ചത്. മാത്രമല്ല, ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം എന്നതിനെ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടത് സ്വാഗതം ചെയ്തതാണ്. ഞങ്ങൾക്ക് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റവാളികൾ രക്ഷപ്പെടാനും പോകുന്നില്ല. അത് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയുള്ള കാര്യമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ തെറ്റിദ്ധരിപ്പിച്ച് 4 വോട്ട് സമ്പാദിക്കാനാകുമോ എന്നതാണ് ചിലരുടെ ഉന്നം. അത് സാധിക്കില്ല എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ഈ ദിവസം പറഞ്ഞത് CBI അന്വേഷിക്കും എന്നൊരു ഉറപ്പാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് യോഗത്തിലൊക്കെ നൽകിയത്. അല്ല, അത് അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ആർക്കും ഒറ്റയടിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ സമ്മതത്തോടെയല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ മാത്രം ഒരു നേതാവല്ല, അദ്ദേഹം രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. CPM കൂടി ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. പക്ഷേ ഇന്നലെ ആലപ്പുഴയിലൊക്കെ പ്രസംഗിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷം വാനിഷായി പോകും, ഇല്ലാതായി പോകും. അങ്ങനെ ഇടതുപക്ഷം ഇല്ലാതാകുന്നൊരു നാട് വന്നാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? എന്തുകൊണ്ടാകും രാഹുൽ ഗാന്ധി ഇത്തരം ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നത്? നിർഭാഗ്യകരമായ ഒരു നിലപാടുകളാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവെന്ന നിലക്ക് സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ ഇത് ലെഫ്റ്റിനെതിരെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ കാണുന്നത് നല്ലതായിരിക്കും. അത് AAPക്കെതിരെയാണ്. AAP ഡൽഹിയിൽ ഫലപ്രദമായി BJP നേരിടുകയായിരുന്നു. കോൺഗ്രസിനും അതിൻ്റെ ഭാഗമായി പരാജയം പറ്റിയിട്ടുണ്ട്. പക്ഷേ കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ AAPക്കാണ് അവിടെ നല്ല സ്വാധീനം ലഭിച്ചത്. ഈ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം ഏതെങ്കിലും തരത്തിൽ തടയണമെന്നും തങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നും BJPക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കോൺഗ്രസിനും ചിലപ്പോൾ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ കോൺഗ്രസിന് അവിടെ സീറ്റുകളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ, അവിടുത്തെ ഗവൺമെൻറ്റിനെ വലിയ തോതിൽ ആക്ഷേപിക്കുക. അതിൻ്റെ ഭാഗമായി BJP ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിൻ്റെ സ്വഭാവം വെച്ച് അവരെ വേട്ടയാടാനുള്ള അവസരമൊരുക്കുക.
ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അനുകൂലമായ നിലപാട് വരുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് നല്ല അവസരമായി മാറി. അവരാദ്യം ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചോദിച്ചത്. ഇതിൻ്റെ ഭാഗമായി അവിടെ ബി ജെ പിക്കാണ് ഗുണം കിട്ടിയത്. എ പിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേസിൽപ്പെടുത്തുക മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം എ പിക്ക് മാത്രമാണ് ബി ജെ പി നേരിടാനാവുക. പക്ഷേ അതിശക്തമായി എ പിയെ എതിർക്കുന്ന നിലയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചത്. ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത് ഇടതുപക്ഷം നിലനിൽക്കണം, ഇടതുപക്ഷത്തെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് ഒരുപക്ഷെ അവർ കൂടി ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത് അവർ യഥാർത്ഥ ഇടതുപക്ഷം അവരാണെന്ന് അവകാശപ്പെടുന്നുമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇടതുപക്ഷം വാനിഷായി പോകണം, ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അത് തീർച്ചയായും തെറ്റായ ഒരു നിലപാടാണത്. എത്രത്തോളം അപകടകരമായൊരു നിലപാടാണെന്ന് ആലോചിക്കണം. അത് സാധാരണഗതിയിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണല്ലോ. ഇപ്പോൾ ത്രിപുരയിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതൊരു പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. അത്രമാത്രം ശക്തമായിട്ട് ഇടതുപക്ഷത്തെ കാണുന്നതാണ് ബി ജെ പിയുടെ പൊതുനില. ആർ എസ് എസിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ഭാഗം. അപ്പോൾ അവരുടെ കൃത്യമായ ശത്രുപട്ടികയിലുള്ള ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും. അതിന് ആ ഇടതുപക്ഷം ഇവിടുന്ന് വാനിഷായി പോകണം എന്ന് പറയുമ്പോൾ എത്രമാത്രം ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ്, എത്രമാത്രം വലതുപക്ഷ നിലപാടാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് വ്യക്തമാണ്. ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ പോലും അവർക്കൊപ്പം നിന്ന മുഖ്യമന്ത്രി എന്നാണ് അങ്ങേ ഇന്നലെ രാഹുൽ ഗാന്ധി വിമർശിച്ചത്. നാടിനും രാജ്യത്തിനും എല്ലാം അറിയാലോ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. അത് രഹസ്യമായിട്ടുള്ള കാര്യമല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന അധപ്പതനത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരാൾ മാറാമോ? അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തെപ്പറ്റി ബോധ്യം വേണ്ടേ? അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ചില വിമർശനങ്ങൾ ചിലരെല്ലാം ഉന്നയിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം അദ്ദേഹം മാറി വരുന്നു എന്നാണ് പിന്നീട് പലപ്പോഴും തോന്നിയിരുന്നത്. പക്ഷേ താൻ അവിടെ തന്നെയാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നല്ലതാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതാണ്. ഇവിടെ ഛത്തീസ്ഗഡ് പ്രശ്നത്തിൽ നിരന്തരമായി ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM, പക്ഷമാണ് ഇടതുപക്ഷം. രാജ്യവ്യാപകമായി ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. കേരളത്തിൽ അതിശക്തമായ നിലപാട് LDF സ്വീകരിച്ചതാണ്. LDF ഗവൺമെൻറ്റിനും കൃത്യമായ നിലപാടുകളാണ് അത്തരം കാര്യങ്ങളുള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരു നമ്മുടെ സാധാരണഗതി പ്രചരണം കൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെയാണല്ലോ സ്വാധീനിക്കേണ്ടത്. ഏതെങ്കിലും ഒരാൾ ഞങ്ങളെ ആ കാര്യത്തിൽ തെറ്റിദ്ധരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട്? അത്രമാത്രം അബദ്ധജടിലമായ ഒരു വർത്തമാനം, അതും എല്ലാ കാര്യങ്ങളും വിലയിരുത്താൻ കഴിവും ശേഷിയുമുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് സ്വയം പരിഹാസ്യനാകുന്ന നിലയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിന് മുമ്പുമൊക്കെ പിണറായി വിജയൻ ഒരു തികഞ്ഞ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായാണ് പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് ഈ 5 വർഷം അങ്ങ് BJPയുമായും മോദിയുമായൊക്കെ ഏറ്റവും അധികം സന്ധി ചെയ്യുന്ന ആളായിട്ടാണ് അങ്ങ് പൊതുവിൽ കോൺഗ്രസ് വിമർശിക്കുന്നത്, ചിത്രീകരിക്കുന്നത്. മോദിക്കെതിരെ ഒരു വാക്കു പറയാനെങ്കിലും പിണറായി തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം പലതവണ സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രത്യേകിച്ചും ചോദിക്കുന്നുമുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അതൊക്കെ ബോധപൂർവമുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാണല്ലോ. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിന് ശക്തമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുക, സാമ്പത്തികമായി ഉപരോധിക്കുക, കേരളത്തിന് അർഹമായതെല്ലാം നിഷേധിക്കുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ ശക്തമായ നിലപാടാണല്ലോ അതിനെതിരെ ഞങ്ങൾ സ്വീകരിച്ചത്. അതിന് നിവേദനങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഞങ്ങൾ സഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയല്ലോ, സഭയുടെ ഭാഗമായി പ്രമേയങ്ങൾ പാസ്സാക്കുന്ന നിലയെടുത്തല്ലോ, മാത്രമല്ല പ്രക്ഷോഭത്തിലേക്ക് കടന്നല്ലോ. പ്രക്ഷോഭം കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തിയല്ലോ. ഇതിലൊക്കെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഓർക്കണം. അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കാനേ തയ്യാറായില്ല. ഞങ്ങളോടൊപ്പം
പ്രക്ഷോഭത്തിൽ പങ്കെടുത്താൽ എന്താണ് അവർക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നത്? ബി ജെ പിക്കെതിരെ ഒന്നും സംസാരിക്കാൻ തയ്യാറാകാതിരുന്നത് അവരായിരുന്നില്ലേ? ഇപ്പോൾ 2016 ഗവൺമെൻറ്റിന് 2018 മഹാപ്രളയം വരുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ നിന്ന് പോയിട്ട് 2 വർഷമായിട്ടുള്ളൂ. കേരളത്തെ അങ്ങ് തകർത്തെറിഞ്ഞതാണല്ലോ ആ പ്രളയം. ആ ഘട്ടത്തിൽ കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായോ? കോൺഗ്രസിൻ്റെ എം പിമാർ, BDF എം പിമാർ കേന്ദ്രത്തിനെതിരെ അവിടെ വിമർശനം ഉന്നയിച്ചു. അവരെല്ലാം കേന്ദ്ര നടപടിയെ പരോക്ഷമായി ന്യായീകരിക്കാനല്ലേ ശ്രമിച്ചത്. ഫലത്തിൽ കേരള ഗവൺമെൻറ്റിനെയും കേരളത്തെയും വിമർശിക്കുന്ന നിലയാണല്ലോ അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് BJPക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം 2021 തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ 21 തെരഞ്ഞെടുപ്പ് സമയത്ത് എത്ര പരസ്യമായിട്ടായിരുന്നു BJPയുമായി ചേർന്നുകൊണ്ടുള്ള പ്രചരണം അന്നത്തെ LDFനെതിരെ നടത്തിയിരുന്നു. LDFനെ അപകീർത്തിപ്പെടുത്താൻ ഏതെല്ലാം തരത്തിലുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയത്. ആ കാലത്ത് UDFൻ്റെ നേതാക്കൾ പറയുന്നതും BJPയുടെ നേതാക്കൾ പറയുന്നതും ഒരേ കാര്യമായിരുന്നല്ലോ. ഒരേ കാര്യം രണ്ടാളുടെ വായിൽ കൂടി വരുന്നതല്ലേ നമ്മളന്ന് കേട്ടത്. അതിൽ UDFനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഇവിടെ വട്ടമിട്ട് പറന്നത്. എല്ലാം ഞങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടിയായിരുന്നല്ലോ. എന്നിട്ടായോ? അതുകൊണ്ട് ഫലം ചെയ്തു. അപ്പോൾ അവർ ചെയ്യുന്ന നിലപാടുകളുടെ ഭാഗമായി ഞങ്ങൾ ദുർബലരാകുന്നില്ല എന്ന് കാണുമ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഫലപ്രദമായി ഇത്തരം സംഘപരിവാർ നീക്കങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നാണ് ഞങ്ങളെപ്പോഴും പരിശോധിക്കുന്നത്. അതിന് ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായി കേരളവും മറ്റ് പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെ നല്ല ഐക്യവും ഒരുമയും നിലനിൽക്കുകയാണ്, സാഹോദര്യ ബന്ധം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത ഒരു നാടാണ് കേരളം. ശാന്തമായി സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടം എന്ന നിലക്കാണ് കേരളത്തെ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഏതെങ്കിലും വർഗീയതയുമായി ചാരി നിന്നുകൊണ്ടല്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. ആ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണം വർഗീയത എവിടെയെങ്കിലും തലപൊക്കി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർക്കശ നടപടിയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. അതിൻ്റെ എല്ലാം കൂടി ഭാഗമാണ് നിലവിലെ ശാന്തിയും സമാധാനവും. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോൾ ആദ്യം നിയമസഭാ പ്രമേയം പാസ്സാക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കുന്ന നിയമ നടപടികളാണെങ്കിലും ഒക്കെ പോലും CPM വലിയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ചെറിയ അകൽച്ച അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇപ്പോൾ CPMനോടും ഇടതുമുന്നണിക്കും ഇവിടെ ഉണ്ടെന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ അവർക്കുണ്ടോ? അല്ലെങ്കിൽ മാറ്റം എന്തെങ്കിലും? അത് വസ്തുതാപരമല്ല. ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. ന്യൂനപക്ഷങ്ങളെ അറുത്തിയെടുക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ഒരു മനോഭാവ മാറ്റം ആദ്യമുള്ളതിൽ നിന്ന് പിന്നീടുണ്ടായിരുന്നു. ആദ്യത്തെ നിലപാട് ഇടതുപക്ഷത്തെ അത്ര കണ്ട് സ്വീകരിക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷമാണ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതെന്നും ശക്തമായി ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതെന്നും അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കുക. പിന്നെ ഞങ്ങളെന്തിനാണ് ഇവരുമായിട്ട് അകന്നു നിൽക്കുന്നത് എന്ന ചിന്തയിലേക്ക് അവർ വന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ തലങ്ങളിലും നല്ല സ്വീകാര്യത ഇടതുപക്ഷത്തിനുണ്ടായി. ദേശീയ തലത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്, ഇവിടെ സ്വീകരിച്ച നിലപാട്, ഇവിടെയാണെങ്കിൽ ഒരുപാട് സഖാക്കൾ ജീവൻ കൊടുത്തിരിക്കുന്നു ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ. അതെല്ലാം ഒരു കണക്കിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിനു കൂടി ഉതകുന്ന കാര്യങ്ങളാണ്. അത്രയും വലിയ പ്രതിരോധം തീർക്കുന്ന ഇടതുപക്ഷത്തെ അകറ്റി നിർത്തേണ്ടതില്ല എന്ന ബോധ്യം അത് വന്നപ്പോൾ നല്ല സ്വീകാര്യതയിലേക്ക് ഇടതുപക്ഷം മാറി. ഈ CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണം പോലും ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമല്ല. അത് മുന്നണിയെ ബാധിക്കുമോ? അതൊക്കെ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥ വസ്തുതകളല്ല. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണ്, ബോധപൂർവം കെട്ടിച്ചമക്കുന്നതാണ്. അതിൽ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഇവർ നല്ലതുപോലെ സ്വായത്തമാക്കിയിരിക്കുക. ഒരു നുണ
അത് സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുക, ശക്തമായി അവതരിപ്പിക്കുക, ആവർത്തിച്ച് ശക്തമായി അവതരിപ്പിക്കുക, അപ്പോൾ സത്യമായി തോന്നിക്കോളും എന്നൊരു സിദ്ധാന്തമുണ്ട്. അതാണ് ഇപ്പോൾ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ യേശുന്ന കാര്യമല്ല. ഇവിടുത്തെ ജീവിതാനുഭവങ്ങളുണ്ട് ആളുകളുടെ. ആ ജീവിതാനുഭവങ്ങളുള്ളവരുടെ മുന്നിൽ ഒരു തരത്തിലും യേശില്ല. പിന്നെ നുണകൾ പ്രചരിപ്പിക്കുന്നതിന് അല്പം ആയുസേ ഉള്ളൂ. യഥാർത്ഥ വിവരങ്ങൾ ആളുകളുടെ അടുത്തെത്തുമ്പോഴേക്കും നുണ പോകും, നുണ പൊളിയും. ഇപ്പോൾ ആ അനുഭവവും ഈ തെരഞ്ഞെടുപ്പിൽ ധാരാളം കാണാനുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ വീടുകളിൽ എത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്ന വീട്ടുകാരുണ്ട്. അതോടെ ആ നുണ പൊളിയാണ്. യഥാർത്ഥ വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയാണ്. ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെയും LDFിൻ്റെയും സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന നിലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വയനാട് പുനരധിവാസം സർക്കാർ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അവർക്ക് ഇതുവരെ കയറി താമസിക്കാൻ പറ്റില്ല എന്ന പരാതികൾ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ കണക്കെവിടെയെന്ന ചോദ്യം. ഇന്നലെ KPCC അധ്യക്ഷൻ ഒരു കണക്ക് പുറത്തുവിട്ടു. ഈ പിരിച്ച പണം മുഴുവൻ സ്ഥലം വാങ്ങാൻ ചിലവായി, വീട് വയ്ക്കാൻ ഈ പണം കണ്ടെത്തണം. എന്താണ് അതിലൊരു CPMൻ്റെ നിലപാട്? വയനാട് ദുരന്തബാധിതർക്ക് അത്തരമൊരു ആക്ഷേപമില്ല. വയനാട് ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചത്. അവിടെ നിർമ്മിച്ച ടൗൺഷിപ്പിൻ്റെ ഭാഗമായുള്ള 178 വീട്, ആ 178 വീടിൽ താമസിക്കുന്നതിനുള്ള ചില സൗകര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ടായിരുന്നു. അത് വീടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റ് സൗകര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അത്തരം കാര്യങ്ങളിൽ അവർ തന്നെ പറഞ്ഞു ഞങ്ങളതെല്ലാം പൂർത്തിയായിട്ട് താമസിക്കുന്നതായിരിക്കും നന്നാവുക. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരു സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിഷുവിന് മുമ്പ് പൂർണ്ണതയിലേക്ക് എത്തുമെന്നാണ് അന്നേ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ആ കണക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരാശങ്കയും അവർക്കാർക്കും ഇല്ല. അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കൊന്നും ഒരാശങ്കയില്ല. മറ്റത് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായല്ലോ കണക്ക് എത്രമാത്രം പാളി, എന്താണ് അനുഭവം എന്നതൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ കാണേണ്ട ഒരു കാര്യം, 100 വീടാണ് വാഗ്ദത്തം ചെയ്തത്. വാഗ്ദത്തം ചെയ്ത 100 വീടിന് സാധാരണഗതിയിൽ ഒരു വീടിന് 20 ലക്ഷം വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് പണം തന്നാൽ സംസ്ഥാന സർക്കാർ വീടെടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നേരത്തെ ഉണ്ടായ ധാരണ. ആ ധാരണയിൽ തന്നെയാണ് ഇവരും നിന്നിരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് അവർ പുറകോട്ട് പോയത്. അത് എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. ഇതും വെച്ചിട്ട് എല്ലാവർക്കും എങ്ങനെയാണ് വീട് നിർമ്മിച്ച് കൊടുക്കുക? ഇപ്പം പറയുന്നത് ഈ കണക്ക് ഈ പൈസയേ ഉള്ളൂ എന്നല്ലേ. പക്ഷേ അതെല്ലാവരും നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകാൻ മാത്രം പൈസയുണ്ട് എന്നാണല്ലോ. ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നേരെ വിപരീതമായിട്ടുള്ളതാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുക. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. കാണുന്നവരുടെ എല്ലാം ബോധ്യം വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം മാറ്റാൻ ഇതേവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഗൗരവമായി കാണേണ്ട വിഷയം. CM നേരത്തെ ഒരു CPM നേതാവ് പാർട്ടി വിട്ടാൽ CPIയിലേക്ക് പോകും, CPI നേതാവ് CPMലേക്ക് പോകും, പരമാവധി കോൺഗ്രസിലേക്ക് പോകും. പക്ഷേ ഇപ്പോൾ ഈ നേതാക്കൾ പലരും പാർട്ടി വിടുന്നത് നേരിട്ട് BJPയിലേക്ക് പോകുന്നു. BJP തൊട്ടുകൂടാത്ത അല്ലാതൊരു ബോധ്യം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും വരികയാണോ? MLAമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മുൻ MLAമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അതൊക്കെ ചില പ്രത്യേക കേസുകൾ മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ BJP പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, BJPയെ സ്വീകരിക്കുന്നുമില്ല. പിന്നെ അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളും ചിലപ്പോൾ വന്നേക്കാം. അതൊന്നും BJPയുടെ സ്വീകാര്യതയായിട്ട് കാണേണ്ടതില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഈ തരത്തിൽ ഇവിടെ ഉണ്ടായി എന്നത് ഞങ്ങൾ ഗൗരവം തന്നെയാണ് കാണുന്നത്. പക്ഷേ അതൊരു പൊതുവായ ട്രെൻഡായിട്ട് കാണാൻ കഴിയുന്ന കാര്യമല്ല. പൊതു ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ ഇടതുപക്ഷം കരുത്താർജിക്കുക തന്നെയാണ്. BJP അവർ വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ അവകാശവാദത്തിനനുസരിച്ചുള്ള സ്വാധീനം കേരളത്തിൽ നേടാൻ കഴിയില്ല എന്നത് തന്നെയാണ് നില. തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറും, ഭരണം നിശ്ചയിക്കുന്ന നിർണായക ശക്തിയായി മാറുമെന്നാണ് അവരുടെ അവകാശവാദം. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. CM എന്തുകൊണ്ടാണ് ഈ 10 പതിറ്റാണ്ടുകളോളം പാർട്ടിയുടെ പ്രധാന പദവികളിലിരുന്നവർ
അത് ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അതുപോലെ പാർലമെന്റ് രംഗത്ത് പതിറ്റാണ്ട് പ്രവർത്തിച്ചവരൊക്കെ പെട്ടെന്ന് ഈ പാർട്ടി വിട്ടു പോകാനുള്ള, പാർട്ടിക്കെതിരെ തുറന്നു പറഞ്ഞ് രംഗത്ത് വരാനുള്ള ഒരു പ്രചോദനം അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എന്താണ് ആ ധൈര്യം എവിടുന്ന് അവർക്ക് കിട്ടുന്നത്? അതൊരു അധപ്പതനത്തിൻ്റെ ഭാഗമാണ്, ധൈര്യത്തിൻ്റെ ഭാഗമല്ല. എത്രമാത്രം അധപ്പതിക്കുന്നു, ഈ സ്ഥാനമോഹം എത്രത്തോളം വരുന്നു, അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഞങ്ങളും ഗൗരവമായി കാണുന്നൊരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷവും അത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. കാരണം സ്ഥാനമോഹത്തിൻ്റെ ഭാഗമായി പാർട്ടിയെ തള്ളിപ്പറയാനും എതിരാളിയെ പെട്ടെന്ന് പോയി സ്വീകരിക്കാനും എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വാദഗതികൾ ഉന്നയിക്കാനും പിന്നെ CPM-നെയും LDF-നെയും എതിർക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സ്വീകാര്യതയിലേക്ക് ഉയരാനും ഒക്കെ ശ്രമിക്കുന്നത്, അതൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അത് തികഞ്ഞ അവസരവാദ രൂപം മാത്രമാണ്. എത്രമാത്രം അപകടകരമായ അവസരവാദ രൂപമാണെന്നാണ് കാണേണ്ടത്. കാരണം നാം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് വ്യക്തതയോടെയാണ്. ആ വ്യക്തതയോടെ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുപക്ഷം എന്താണ് ഉണ്ടാക്കാനിടയുടെ ആപത്ത് എന്നതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും സ്വീകാര്യർ എന്ന നിലയിലേക്ക് വരുമ്പോൾ അതെല്ലാം കളയുകയാണ്, അതെല്ലാം പോവുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ഈ സ്ഥാനത്തേക്ക് എത്തണം, എല്ലാവരുടെയും പിന്തുണ അതിന് വേണം, ഈ ചിന്തയിലേക്ക് മാത്രമാണ് ചുരുങ്ങുന്നത്. അത് ഗൗരവമായി പൊതുവിൽ രാഷ്ട്രീയ രംഗം കാണേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളേതായാലും അത് ഗൗരവമായി കാണുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അങ്ങനെ ഉറപ്പുണ്ട്, CPM നേതാക്കൾക്കും ഇടതുമുന്നണി നേതാക്കൾക്കും ഉറപ്പുണ്ട്. ഇനി അങ്ങനെയല്ല, രാഷ്ട്രീയമാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ അങ്ങനെയല്ലാതെ ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിണറായി വിജയൻ ഏത് റോളിലാകും പിന്നെ കേരളം കാണാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവാകുമോ എന്നൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ പല കോണുകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ എന്ത് നിലപാട് എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ഒരു സംശയവുമില്ല, ഒരാശങ്കയില്ല, LDF നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും എന്നുള്ളത്. കേരളത്തിൽ ജനങ്ങൾ LDF-നെ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ നൽകിയ സീറ്റിനേക്കാളും കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ട് ജയിപ്പിക്കുകയാണ് ചെയ്യുക. അക്കാര്യത്തിൽ ഒരാശങ്കയും ഞങ്ങൾക്കില്ല. അങ്ങനെ സംഭവിക്കട്ടെ. തുടർ ഭരണത്തിൽ തുടർച്ച മൂന്നാമതും ഉണ്ടാകട്ടെ. അങ്ങ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ. ആശംസ. താങ്ക് യു.